Watch full episodes on Jio Hotstar. റോബോട്ടേഴ്സ് ഐസോപ്പിയിലെ രാജാവാണ്. അയാൾ കാരണമാണ് ഞങ്ങളുടെ ഈ കബീല ഇങ്ങനെ നശിച്ചുപോയത്. റോബോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതുവരെ ആരും പരിശ്രമിച്ചിട്ടുണ്ടാകില്ല. പരിശ്രമിച്ചോണ്ടിരിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. ചോട്ടുവിനെ തിരിച്ചു തരൂ, എന്റെ ചോട്ടുവിനെ തിരിച്ചു തരൂ. സ്ഥലം എന്റെ അമ്മോ, ഇതെന്തൊരു സ്ഥലമാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എല്ലാരും എങ്ങനെയാ ഗ്രീൻ ഹൗസിലെത്തിയേ? ഓ, എന്റെ ടിങ്കിൾ ചേട്ടാ, ഞങ്ങൾ ഫുർഫുരി നഗരത്തിൽ നിന്ന് വരികയാണ്. എന്റെ പേര് ഡോക്ടർ ജഡ്ക എന്നാണ്. ഇത് എന്റെ സുഹൃത്ത് ഗസീട്ടാറാം, ഇത് ജൂസു, ഇത് ചിങ്ക, പിന്നെ ഇത് ചോട്ടു. ഞാനൊരു പ്ലെയിൻ ഉണ്ടാക്കി, അതില് ഞങ്ങൾ ഒരു യാത്രക്ക് ഇറങ്ങിയതാ. എന്താ, നിങ്ങളൊരു പ്ലെയിൻ ഉണ്ടാക്കിയെന്നോ? എനിക്ക് ആവശ്യം നിങ്ങളെ പോലത്തെ ഒരാളായിരുന്നു. ബാബാ ബാബാ ബ്ലാക്ക് ഷേപ്പ്, ഗ്രേറ്റ് റോബോട്ടസ്, എവിടെയാണ് നിങ്ങൾ? നിങ്ങൾ കേട്ടോ, ഇവരെല്ലാം സയന്റിസ്റ്റ് ആണെന്ന്. വെൽക്കം ടു ഐസോഫിയ. എന്താ, എന്നെ കണ്ട് പേടിച്ചു പോയോ? പേടിക്കൂ, പേടിക്കൂ, ഇനിയും പേടിക്കൂ. ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. എന്നെ കണ്ട് പേടിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം പേടിക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ, പേടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടെന്നോ? എനിക്ക് മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് എല്ലാം മനസ്സിലാവും. ഡോക്ടർ ജഡ്ക, നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്. ജോണി ജോണി, യെസ് പാപ്പ. ഗ്രേറ്റ് റോബോട്ടിസ്, ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. ഇയാൾ ഒരു പ്ലെയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവരെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പൊളിച്ചെടുത്തല്ലോ, ഇയാൾക്ക് ശരിക്കും വട്ടാണ്. പ്ലെയിനിന് കംപ്ലൈന്റ് ഉണ്ട്. ആ പ്ലെയിനിൽ ഇരുന്നാ പിന്നെ കംപ്ലൈന്റ് എങ്ങനെയാ വരിക? ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് അല്ലേ? ഇദ്ദേഹത്തിന് തെറ്റിപ്പോയത് ഡോക്ടർ അങ്കിൾ അടിപൊളിയാണ്. ഇദ്ദേഹം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഗ്രേറ്റ് റോബോട്ടിസ്, ഈ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറഞ്ഞത് ശരിയാണ്. ഡോക്ടർ ജഡ്ക ഒരു നല്ല സയന്റിസ്റ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാം.
അല്ല എന്റെ പൊന്നു സുഹൃത്തേ, എന്താ നിങ്ങളുടെ വലിയ സ്വപ്നം? ചബ്ബി ചിക്സ്, റോസി ലിപ്സ്. എല്ലാരും നോക്കൂ, നിങ്ങളുടെ പ്ലാനറ്റ് ഒരു ദിവസം ഇങ്ങനെ ആവും. ഐ ആം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. എന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ പോകാം. ഞാനൊരു മെഷീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മെഷീൻ കൊണ്ട് ഈ ലോകം മുഴുവനും ചാരമാവും. അതിന് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടി വരും. എന്താ ചെയ്യില്ലേ? വേണ്ട ഡോക്ടർ ജഡ്ക, ഈ ചതിയനെ ഒരിക്കലും സഹായിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കുന്നവർ എന്നും രക്ഷപ്പെടുമെന്ന്. അതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായില്ലേ? പേടിക്കാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ സഹായിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ ഞാൻ. I am happy, more than happy. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. ഞാനൊന്ന് മുഖം കഴുകിയതാ. നീ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മോട്ടു. ചോട്ടു അവനെ തിരിച്ചു കിട്ടുമല്ലോ. നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരും. നിനക്ക് ഓർമ്മയില്ല ചോട്ട് പറയാറുള്ളത്, പരിശ്രമിക്കുന്നവരൊരിക്കലും തോൽക്കില്ല എന്നുള്ളത്. നമ്മൾ അവനെ തീർച്ചയായും കൊണ്ടുവരും. നിങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ പഴം നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. അപ്രത്യക്ഷമാവണമെന്ന് തോന്നുമ്പോ ഇത് കഴിച്ചുകൊള്ളൂ. പക്ഷെ ഒന്നോർക്കണം, ഇതിന്റെ ശക്തി കുറച്ചു നേരത്തേക്കേ ഉണ്ടാവുക. വളരെ നന്ദിയുണ്ട് മൂപ്പ. നേരെ ആ കാണുന്ന വഴിയിലൂടെ പോണം. അതാണ് ഐസോപ്പിയയിലേക്ക് പോകാനുള്ള വഴി. വനദേവതമാർ എന്നും നിങ്ങളുടെ കൂട്ടിനുണ്ടാകും. വഴി വളരെ ദുർഘടം പിടിച്ചതാണ്. ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കുക. പരിശ്രമിക്കുന്നവരൊരിക്കലും തോൽക്കാറില്ല എന്നതാണ് എല്ലായ്പ്പോഴും ചോട്ട് പറയാറുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല, അത് എന്ത് തന്നെ സംഭവിച്ചാലും. എനിക്ക് ഒറ്റകളുടെ ലഞ്ചും ഡിന്നറും ആവാൻ യാതൊരു താല്പര്യവുമില്ല. ഞങ്ങള് ഭൂമിയിലെ രാജാക്കന്മാരാ. ഇതിലും വലിയ അപകടങ്ങളൊക്കെ ഞങ്ങൾ വളരെ നിസ്സാരമായി അതിജീവിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ മുൾച്ചെടികൾ? ബത്തലു, കാണിച്ചു കൊടുക്കാം നമ്മുടെ ശക്തി എന്താണെന്ന്. അല്ല
അല്ല ഭൂമിയിലെ രാജാവിത എവിടെ പോയി? ഭൂമിയിൽ തന്നെ കിടപ്പുണ്ട്. എഴുന്നേൽക്ക്. ഇപ്പൊ നമുക്ക് ഭൂമിയിലെ രാജാക്കന്മാരുടെ ഓട്ടത്തിന്റെ വേഗത എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഓടിക്കോ. മോട്ടോ, ഇത് നരഭോജികളായ മുൾച്ചെടികളാണ്, ഓടിക്കോ. ഇവറ്റകളുടെ കയ്യിൽ നിന്ന് നമ്മളെ ഇനി ആരാ രക്ഷിക്ക? ഇത് നമ്മുടെ മറ്റേ പള്ളിക്കുട്ടനാ, നമ്മളെന്ന് രക്ഷിച്ചില്ലേ? ഇവൻ നമ്മുടെ രക്ഷകനാണ്. വാ പോകാം. ഓടി ഓടി, നിങ്ങൾ എങ്ങോട്ടാടാ പോകുന്നത്? ഞാനുണ്ട്, എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോടാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത. ആരെങ്കിലും ഇതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ ഡോണാണെന്ന് കുറച്ചും കൂടി മര്യാദയോടെ പെരുമാറാൻ പറയും. എന്താണിത്? മെഷീൻ മുഴുവൻ നശിപ്പിച്ചോ? പൊളിച്ചെടുത്തല്ല. ആ, ആ. എന്റെ അമ്മോ, ഒരുപാട് കൂടുന്നുണ്ട്. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഭാരതമാതാവാണ് സത്യം. നീ എന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ അമ്മോ, എന്റെ ലാത്തി കൊണ്ട് എന്നെ തന്നെ തല്ലാൻ നോക്കുന്നു. എന്റെ അമ്മോ, മമ്മി, ഡാഡി, രക്ഷിക്കണേ. വേണ്ട, എന്റെ അമ്മോ. ഓ റോബോട്ടോസ്, എന്റെ സുഹൃത്ത്, എന്റെ ബ്രോ, ഈ മിഷൻ വീണ്ടും അസംബ്ലി ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഒരു നിമിഷം കൊണ്ട് ഇത് ഭൂമി മുഴുവനും ഐസാക്കി കളയും. ഓ ശരിക്കും? I am happy. More than happy. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ then you will be sad. More than sad. ഡോക്ടർ അങ്കിൾ, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പ്ലാനറ്റ് ഇല്ലാതാവോ? എന്റെ ചോട്ടുമോനെ, ഞാൻ ഇതൊക്കെ വെറും തമാശക്ക് പറയുന്നതല്ലേ. മോട്ടുവും പത്തിലും ഇവിടെ എത്തുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നേ മതിയാവൂ. ഡോക്ടർ അങ്കിൾ, എനിക്ക് അറിയാം മോട്ടു മാമ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തും. പക്ഷെ എപ്പോ? ഇത്രയും നേരമായിട്ടും അവരെ കുറിച്ച് ഒരു വിവരമില്ല. നിനക്ക് അവരെ പറ്റി അറിയാഞ്ഞിട്ടാ മോനെ. എത്രയൊക്കെ താമസിച്ചാലും അവരെന്തായാലും ഇവിടെ എത്തിയിരിക്കും. അവര് ഭയങ്കര ധീരന്മാരാണ്, കൂട്ടുകാരുടെ ചങ്കാണ്. Stop.
ഏയ് എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇതെന്തോന്നിനാ ഇങ്ങനെ ഭരതനാട്യം കളിച്ചോണ്ടിരിക്കുന്നത്? എന്റെ മോട്ടോ തണുപ്പ് സഹിക്കാൻ പറ്റാതെയാണ് അതിന് നിലത്ത് നിൽക്കാൻ പറ്റാത്തത്. മോട്ടുമാമ, എന്റെ മോട്ടുമാമനും പത്ലുമാമനും വന്നു. എന്റെ മാമന്മാരെ എത്തിക്കഴിഞ്ഞു. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓ, അപ്പോ ഇതാണ് നിന്റെ മോട്ടു മാമനും പത്തിലു മാമനും അല്ലേ? ഇവരാണ് നിന്നെ രക്ഷിക്കാൻ വന്നത്. ചിരിക്കണ്ട. എന്റെ മോട്ടുമാമനും പത്ലുമാമനും ധൈര്യശാലികളാ. അവര് വലിയ വലിയ കുറ്റവാളികളെയൊക്കെ ജയിലിൽ അടച്ചിട്ടുണ്ട്. നിന്നെ പിടിച്ച് ജയിലിലിടും, നോക്കിക്കോ. എന്നെക്കാളും ശക്തിശാലിയായ ഈ ലോകത്ത് ആരുമില്ല. എന്നിട്ടാണോ ഇവര് നിന്നെ രക്ഷിക്കാൻ വന്നത്? എന്നാൽ ഈ പാവങ്ങൾക്ക് അറിയില്ല അവരെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന്. ചമൂച്ച, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇവരെ വെച്ച് എനിക്കൊരു ട്രോഫി ഉണ്ടാക്കണം. ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ഒന്ന് ആലോചിക്കേ. ഐഡിയ. ലിസ, ഞങ്ങളെ നീ ആ പില്ലറിന് മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാ പിന്നെ അതിനകത്തേക്ക് വേഗം പോകാം. അതില് നല്ലോണം ആഞ്ഞു വലിക്കടാ. നിധി തേടി പോയതിനുള്ള അത്യാഗ്രഹത്തിന് ഭഗവാൻ നല്ല ശിക്ഷയാ നൽകിയത്. രാജാവായി വാഴേണ്ട ഞാനിപ്പോ പിച്ചക്കാരനെ പോലെ ആയല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. ഓർമ്മയുണ്ടോ, അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞതാ അത്യാഗ്രഹം ആപത്താണെന്ന്. അത് എത്ര ശരിയാ.
Watch India's largest kids library only on Jio Hotstar. Download the app now.